ആമയും കൊക്കുകളും. വളരെ മനോഹരമായ ഒരു കാട്ടിൽ ഒരു തടാകമുണ്ടായിരുന്നു. തടാകത്തിൽ ഒരു ആമയും കുറേ മീനുകളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. തടാകത്തിനടുത്തായി കൊക്കുകളും താമസിച്ചിരുന്നു. തടാകത്തിലെ മീനുകളെ ഭക്ഷിച്ചുകൊണ്ടായിരുന്നു കൊക്കുകൾ ജീവിച്ചിരുന്നത്. കുളത്തിൽ ജീവിച്ചിരുന്ന ആമ 2 കൊക്കുകളുമായി ചെങ്ങാത്തത്തിലായി. ഇന്നെൻ്റെ സുഹൃത്തുക്കൾ വന്നില്ലല്ലോ, എന്തായിരിക്കും സംഭവിച്ചത്? ആമ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ കൊക്കുകൾ അവിടേക്ക് വന്നു. എന്ത് പറ്റി പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിന്ന് ഒരുപാട് വൈകിയാണല്ലോ വന്നത്. ഒന്നുമില്ല സുഹൃത്തെ, എനിക്ക് തോന്നുന്നു ഈ വേനൽക്കാലത്ത് ഈ തടാകത്തിലെ വെള്ളം വറ്റിപ്പോകുമെന്ന്. അതേ സുഹൃത്തെ, വെള്ളം വറ്റിപ്പോയാൽ നമുക്ക് പിന്നെ ഭക്ഷണം കിട്ടില്ല. ഓ, ഇത് സത്യമാണോ? അപ്പോ എന്തു ചെയ്യും? വെള്ളം വറ്റിയാൽ എനിക്കും ബുദ്ധിമുട്ടാണ്. 3 പേരും ചിന്തിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അടുത്തെവിടെയെങ്കിലും വേറെ തടാകമുണ്ടോ എന്ന് നോക്കാം. ശരി, നമുക്ക് നോക്കാം. 2 കൊക്കുകളും തടാകം കണ്ടുപിടിക്കാനായി പോയി. വൈകുന്നേരമായിട്ടും കൊക്കുകൾ തിരിച്ചു വന്നില്ലല്ലോ. അവർക്ക് തടാകം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ആമ ഒരുപാട് നേരം കൊക്കുകളെ കാത്തിരുന്നു. അവസാനം കൊക്കുകൾ തിരിച്ചെത്തി. ഹോ, അവസാനം നിങ്ങൾ തിരിച്ചെത്തി. ഞാൻ രാവിലെ മുതൽ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അടുത്ത ഗ്രാമത്തിലായി ഒരു വലിയ തടാകമുണ്ട്. അവിടെ നമുക്കുള്ള ഭക്ഷണവുമുണ്ട്. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാം. ഒരു പേടിയും കൂടാതെ സന്തോഷത്തോടെ നമുക്കവിടെ ജീവിക്കാം. പിറ്റേ ദിവസം രാവിലെ കാണാമെന്ന് തീരുമാനിച്ച് അവർ പിരിഞ്ഞു. സുഹൃത്തേ, നമുക്ക് യാത്ര തുടങ്ങാം. നമുക്ക് ആമയുടെ അടുത്തേക്ക് പോകാം. ആമ കൊക്കുകളെയും കാത്തിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് പോകാം. ശരി, നമുക്ക് പോകാം. പക്ഷേ ഞങ്ങളെപ്പോലെ നിനക്ക് പറക്കാൻ കഴിയില്ലല്ലോ. നീ എങ്ങനെ പോകും? എങ്ങനെ പോകുമെന്ന് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. അവസാനം ഒരു മാർഗം കണ്ടെത്തി. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒരു കമ്പെടുക്കൂ. ഞാൻ അതിൻ്റെ നടുവിലായി കടിച്ചു തൂങ്ങാം. നിങ്ങൾ 2 പേരും കമ്പിൻ്റെ 2 അറ്റത്തും കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ച് പറക്കണം. എന്നാൽ നമുക്ക് എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാം. കൊക്കുകൾക്ക് ഈ ആശയം വളരെ ഇഷ്ടപ്പെട്ടു. അവർ തിരഞ്ഞു പിടിച്ച് ഒരു കമ്പ് കൊണ്ടുവന്നു. സുഹൃത്തുക്കളെ, നമുക്കൊരു കമ്പ് കിട്ടി. ഈ ആശയം വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ നമ്മൾ താഴെ വീഴും. ഇല്ല, ഇത് ഞാൻ കൊണ്ടുവന്ന ആശയമല്ലേ. ഞാൻ സംസാരിക്കില്ല. കൊക്കുകളും ആമയും കമ്പിൽ കടിച്ചു പിടിച്ചു. അവർ അടുത്തുള്ള തടാകത്തെ ലക്ഷ്യം വെച്ച് പറക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പറന്നുകൊണ്ടിരിക്കെ താഴെ കുട്ടികൾ കളിക്കുകയും ഉച്ചത്തിൽ കൂവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് താഴെ നടക്കുന്നതെന്നറിയാൻ ആമയ്ക്ക് ആകാംക്ഷയായി. അവൻ വാ തുറന്നു. എന്താണ് അവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ? എന്താണ് ഇത്ര ശബ്ദം? ആമ താഴെ വീണ് മരിച്ചു.
സങ്കടം സഹിക്കവയ്യാതെ കൊക്കുകൾ എങ്ങോട്ടോ പറന്നുപോയി. ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പരാജയപ്പെടും. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.